ഇപ്പോൾ നമ്മൾ ഇന്ന് ഇച്ചിരി ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ 250 റവ 250 മൈദയാണ് ഞാൻ എടുത്തേക്കുന്നത്. പിള്ളേർക്കാണെങ്കിൽ വൈകുന്നേരം എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കണമെന്ന്. അപ്പോൾ എന്നും ഇത് ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കാൻ നടക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ, നമുക്ക് അതിനുള്ളൊരു ബഡ്ജറ്റും കാര്യങ്ങളും വേണ്ടേ. അപ്പോൾ ഞാൻ ഇച്ചിരി ഉണ്ണിയപ്പം ഉണ്ടാക്കി വെക്കാം. ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതാന്ന് പറഞ്ഞ പോലെ അത് തീരും, അത് വേറെ കാര്യം. എന്നാലും വെക്കേഷനൊക്കെ അല്ലേ. അപ്പോൾ ഞാനത് 250 റവ 250 മൈദയും ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി. പിന്നെ നമ്മൾ നെയ്യിൽ വറുത്തെടുത്ത നാളികേരക്കൊത്താണ്. പിന്നെ ഞാൻ ചെറുപഴം നോക്കിയിട്ട് കിട്ടിയില്ല, അപ്പോൾ 2 പപ്പടം കുതിരാനായിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ എള്ള്, നെയ്യ്, ഏലക്ക പൊടിച്ചത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് മിക്സ് ചെയ്ത് അത് കലക്കി വയ്ക്കാം. ഉണ്ണിയപ്പത്തിലേക്കുള്ള കൂട്ട് റെഡിയാക്കാം. അതിലേക്ക് ഞാൻ റവയും മൈദയും ഒന്ന് ചൂടാക്കി അതിലേക്ക് കുറച്ച് എള്ളിട്ടു. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഏലക്ക, ബാക്കിയുള്ള സാധനങ്ങൾ, പപ്പടം, അതുപോലെ തന്നെ നാളികേരക്കൊത്ത്, ശർക്കരപ്പാനി, അത് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നെയ്യും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് വയ്ക്കാം. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. അത് കലക്കി ഇനി അത് പൊന്താനായിട്ട് ഒരു 5-8 മണിക്കൂർ കഴിയണം നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഇതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്, ഒഴിക്കാൻ പാകത്തിലായിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അപ്പോൾ അതാ ഞാൻ ദേ മാവ് ഒഴിച്ച് ഉണ്ണിയപ്പം ഓരോന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇതൊന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മറുവശത്തേക്ക് അതായത് തിരിച്ച് ഇട്ട് മൂപ്പിക്കണം. എന്താ ഇങ്ങനെ ഓരോന്നായിട്ട് അങ്ങനെ മൊരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണിയപ്പം റെഡിയായി. കോരിയിട്ട് കാണിക്കാം. നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിരിക്കുന്നതാണ്. എങ്ങനെയുണ്ട് കണ്ണാ ഉണ്ണിയപ്പം? ഒന്ന് തുറന്ന് കാണിച്ചേ. അപ്പം നല്ല സോഫ്റ്റ് കണ്ടോ, നല്ല സോഫ്റ്റ്. അതാ കണ്ടോ, പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കണേ. എങ്ങനെയുണ്ട്? ആ സൂപ്പർ. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യൂ. ഞാനിങ്ങനെയായിട്ട് ഉണ്ടാക്കുന്നു ഉണ്ണിയപ്പം. മൈദ ഒന്ന് ചെറുതായി ചൂടാക്കി, പപ്പടത്തിന് പകരമാണ് നമ്മൾ ചെറുപഴത്തിന് പകരമാണ് നമ്മൾ പപ്പടം ചേർത്തതെന്ന് വ്യത്യാസം. അപ്പോൾ ശരി, ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ബൈ ബൈ.